Hello everyone, welcome to G4 Class 7. It's me and Nafi. എല്ലാവർക്കും മക്കളെ 7ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒക്കെ കൂടിയുള്ള എക്സാം ആയിട്ടുള്ള സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ സോഷ്യൽ സയൻസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മിക്കവാറും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഒരു ആക്ടിവിറ്റി ആയിട്ട് ഈ ഒരു ചോദ്യം കാണാം കേട്ടോ. എന്നാൽ ക്വസ്റ്റ്യൻ പിടിച്ചോ. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ആർ ദി ഡിഫറെൻറ്റ് ലെയേഴ്സ് ഇൻ അറ്റ്മോസ്ഫിയർ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് എനി ടു ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ വ്യത്യസ്ത പാളികൾ ഏതൊക്കെയാണ്? ഏതെങ്കിലും രണ്ട് അന്തരീക്ഷ പാളിയുടെ സവിശേഷതകൾ വിശദീകരിക്കാനാ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളുടെ കൈത്തുമ്പിൽ ഇങ്ങനെ എഴുതുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിലെ വിവിധ പാളികൾ ഏതൊക്കെയാണ്? ഒരു പാട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ട്രോപ്പോ സ്ട്രാറ്റോ മിസോ തെർമോ എക്സോ 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 ട്രോപ്പോ സ്ട്രാറ്റോ മിസോ തെർമോ എക്സോ 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 ട്രോപ്പോ സ്ട്രാറ്റോ മിസോ തെർമോ എക്സോ എക്സോ എക്സോ. പിടിച്ചു. ഒന്നാമത്തെ ലെയർ ഏതാ? ട്രോപ്പോസ്ഫിയർ. രണ്ടാമത്തേതാ? സ്ട്രാറ്റോസ്ഫിയർ. മൂന്നാമത്തേതാ? മിസോസ്ഫിയർ. നാലാമത്തേതാ? തെർമോസ്ഫിയർ. അഞ്ചാമത്തേതാ? എക്സോസ്ഫിയർ. അപ്പോൾ ഈ 5 ലെയേഴ്സ് ഉണ്ട്. ഇതിൽ രണ്ടെണ്ണത്തിന് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കുക, ട്രോപ്പോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ആവറേജ് ഹൈറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ആവറേജ് ഹൈറ്റ്, ഒരു ശരാശരി ഉയരം ട്രോപ്പോസ്ഫിയറിന് എത്രയാണ്? 13 കിലോമീറ്റർ ആണ്. എത്ര കിലോമീറ്റർ ആണ്? 13 കിലോമീറ്റർ ആണ്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ ആവറേജ് ഹൈറ്റ് എത്രയാണ്? 13 കിലോമീറ്റർ അഥവാ 13 കിലോമീറ്റർ. ഈ ട്രോപ്പോസ്ഫിയർ നമ്മുടെ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയുടെ ഭാഗത്തുള്ള ഹൈറ്റ് എത്രയാണ്? 8 കിലോമീറ്റേഴ്സ്, 18 കിലോമീറ്റേഴ്സ്. അതേപോലെ പോളാർ റീജിയനിൽ നമ്മുടെ ധ്രുവപ്രദേശത്തുള്ള ഹൈറ്റ് എത്രയാണ്? 18 കിലോമീറ്റേഴ്സ് ആട്ടോ. ശരിക്കും കുറേ കൂടി എളുപ്പത്തിൽ പഠിക്കാൻ ഒരു ഫീച്ചർ എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള റെയിൻ, സ്നോ, വിൻഡ്, അതേപോലെ ക്ലൗഡ് ഫോർമേഷൻ, അതായത് മേഘങ്ങളായാലും മഴയായാലും മഞ്ഞായാലും കാറ്റായാലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പൊടിപടലങ്ങൾ എല്ലാം കാണുന്നത് എവിടെയാടാ? നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാട്ടോ. ശ്രദ്ധിക്കണേ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പൊടിപടലങ്ങൾ, റെയിൻ അഥവാ മഴ, സ്നോ അഥവാ മഞ്ഞ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കാണുന്നത് എവിടെയാടാ? ട്രോപ്പോസ്ഫിയറിലാണ്. ഈ ട്രോപ്പോസ്ഫിയറിന് മറ്റൊരു പ്രത്യേകത എന്താ? ഓരോ 165 മീറ്റർ ഹൈറ്റിലേക്ക് പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് എന്ത് കുറയുന്നുണ്ട്? ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. എവിടെ? ട്രോപ്പോസ്ഫിയറിൽ. ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്തോറും എന്ത് കുറയും? ചൂട് ഇങ്ങനെ കുറഞ്ഞു വരും. അടുത്ത ലെയർ ഏതാ? സ്ട്രാറ്റോസ്ഫിയർ. ദ ലെയർ വേർ ദ ഓസോൺ ഈസ് സിറ്റുവേറ്റഡ്. അല്ലേ, നമ്മുടെ ഓസോൺ പാളി കാണുന്നത് എവിടെയാടാ? സ്ട്രാറ്റോസ്ഫിയറിലാട്ടോ. ഇതിൻ്റെ ആവറേജ് ഹൈറ്റ്, ശരാശരി ഉയരം എത്രയാണ്? 50 കിലോമീറ്റർ, 50 കിലോമീറ്റർ. അപ്പം ഓരോ ലെയറിൻ്റെയും ആ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, ഹൈറ്റും പഠിച്ചു വെക്കുക. പിന്നെ ഓരോ ലെയറിൻ്റെയും പ്രത്യേകത പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഓസോൺ ലെയർ എവിടെയാണ് കാണുന്നത്? ഇവിടെയാണ്. ഈ ഓസോൺ ലെയർ കാണുന്ന സ്ട്രാറ്റോസ്ഫിയറിൽ ചില ഭാഗങ്ങളിൽ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ അഥവാ ചൂട് കൂടുന്ന ഒരു ലെയറാണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ലെയർ ഏതാ? മിസോസ്ഫിയർ ആണ് അല്ലേ? മിസോസ്ഫിയറിന് ഒരു ഹൈറ്റ് എത്രയാടാ? 50 to 80 കിലോമീറ്റേഴ്സിൽ 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ് മിസോസ്ഫിയറിൻ്റെ ഹൈറ്റ്. ഈ മിസോസ്ഫിയർ ഒരു പെക്യുലാരിറ്റി എന്താ? ദ ലെയർ വേർ ദ മിറ്റിയോസ് ബേൺ ഔട്ട്. അല്ലേ, അന്തരീക്ഷത്തിലുള്ള ഉൽക്കകൾ കത്തുന്ന സ്ഥലമാണ് ഇത് മിസോസ്ഫിയർ. അന്തരീക്ഷത്തിലുള്ള ഉൽക്കകൾ കത്തുന്ന സ്ഥലമാണ് ഇത്, കത്തിത്തീരുന്ന സ്ഥലമാണ് ഇത് മിസോസ്ഫിയർ എന്ന് പറയുന്നത്. കോൾഡസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും തണുത്ത പാളിയാണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന ലെയറാണ് ഇത് മിസോസ്ഫിയർ. എത്രയാടാ? -100 ഡിഗ്രി സെൽഷ്യസ്. എത്രയാണ്? -100 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലമാണ് ഇത് മിസോസ്ഫിയർ. അടുത്തേതാടാ? തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിൻ്റെ ഹൈറ്റ് എത്രയാ? 80 to 400 കിലോമീറ്റർ. അല്ലേ, മിസോസ്ഫിയറിന് മുകളിൽ 80 മുതൽ 400 കിലോമീറ്റർ ഹൈറ്റ് വരെ കാണുന്നതാണ് എന്ത്? തെർമോസ്ഫിയർ. ഈ തെർമോസ്ഫിയർ ആണ് എന്ത്? ഹോട്ടസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ പാളി, തണുത്ത പാളി ഏതാ? മിസോസ്ഫിയർ ആണ്. ദ ഹോട്ടസ്റ്റ് ലെയർ, ചൂട് കൂടിയ പാളി ഏതാടാ? തെർമോസ്ഫിയർ ആട്ടോ. ഈ തെർമോസ്ഫിയറിൻ്റെ താഴ്ഭാഗത്ത്, തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്ത് എന്തുണ്ട്? അയോൺസ് എന്ന് വിളിക്കുന്ന റേഡിയോ തരംഗങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്ന അയോൺസ് ഉണ്ട്. അപ്പോൾ തെർമോസ്ഫിയറിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താടാ? അയണോസ്ഫിയർ. എന്താടാ വിളിക്കുക? അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന് വേറൊരു പേരും കൂടി ഉണ്ടല്ലോ. എന്താണത്? അയണോസ്ഫിയർ എന്നാണ്. അടുത്തേതാണ്? എക്സോസ്ഫിയർ ആണല്ലേ. എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള പാളിയാണ്. അതായത് 400 കിലോമീറ്ററിന് മുകളിലാണ് എന്തുള്ളത്? എക്സോസ്ഫിയർ ഉള്ളത്. ഇനി നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു ഹോംവർക്കിന് ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. ഇൻ വിച്ച് ലെയർ ദ ഓസോൺ ഈസ് സിറ്റുവേറ്റഡ്? ഏത് പാളിയിലാണ് ഓസോൺ സ്ഥിതി ചെയ്യുന്നത്? എക്സാമിന് എന്ത് ചെയ്യും? ഒരു 1 വേർഡ് ചോദിക്കാം. അതേപോലെ തന്നെ ഈ ഒരു ലെയർ കണ്ടോ? വിച്ച് ലെയർ ഈസ് നോൺ ആസ്
അയണോസ്ഫിയർ. ഏത് പാളിയാണ് അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് രണ്ടും സെറ്റാക്കണേ. അടുത്ത എന്താടാ? ഇൻ വിച്ച് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ മെറ്റിയോസ് ബേൺ ഔട്ട്? അന്തരീക്ഷത്തിൽ ഏത് പാളിയിലാണ് ഉൽക്കകൾ കത്തുന്നത്? ഇതൊക്കെ ഈ ഒരു ആക്ടിവിറ്റിൻ്റെ കൂടെ 1 മാർക്കായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കേട്ടോ. അപ്പോൾ അന്തരീക്ഷത്തിലെ ഏത് പാളിയിലെ ഉൽക്കകൾ കത്തുന്നത് നമ്മൾ പഠിച്ചതാട്ടോ മക്കളെ. കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരുടെയും കൂടെ നിങ്ങൾക്ക് എക്സാം സെറ്റാക്കി തരാൻ നമ്മൾ എജ്യൂപോഡ് ഉണ്ട്. 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, എല്ലാം നമ്മൾ സെറ്റാക്കി തരും. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, എല്ലാം സെറ്റാക്കാൻ നമ്മൾ കൂടെയുണ്ട്. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.